ഈ ഓഹരി വിപണിയുടെ കാര്യം ഒരു കോമഡി തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ നടന്ന ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, എണ്ണയുടെ ലഭ്യത വളരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവരും വർക്ക് ഫ്രം ഹോം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത്രയും വാഹനങ്ങളുടെ ഓട്ടം കുറയും, ഇന്ധന ക്ഷാമം നമുക്ക് അതുവഴി കുറെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ സ്വർണം വാങ്ങുന്നത് കുറച്ചു കാലം സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദേശ നാണ്യം സംരക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ഇതോടുകൂടി സ്വർണ വിപണി കുത്തനെ ഇടിഞ്ഞു, ഓഹരികളുടെ ഷെയറുകൾ കംപ്ലീറ്റ് കുറഞ്ഞു, മൊത്തം നഷ്ടക്കച്ചവടത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഓഹരി വിപണി ഒരു ഊഹാപോഹത്തിലാണ് ഓടുന്നത്. ഇപ്പോൾ അടുത്ത മാസം ഉടനെ ഒരു യുദ്ധം വരും എന്ന് കേട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഓഹരി വിപണിയുടെ കാര്യം പോക്കാണ്. അതേപോലെ തന്നെ രാഷ്ട്ര നേതാക്കളുടെ ഇതേപോലുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ടാണ് ഓഹരി വിപണികൾ എപ്പോഴും തകിടം മറിയുന്നത്. 1-2 മാസത്തേക്ക് സ്വർണം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. ഇത് ഒരു വർഷത്തേക്ക് നിങ്ങൾ സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണം എന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്.